ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിൽ സമ്പന്നൻ ബി.ജെ.പി.യാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച അന്തിമ പട്ടിക പുറത്തു വന്നത്. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഫണ്ടിംഗ് കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പണം ഒഴുകുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് ചുരുക്കം. ബി.ജെ.പിയുടെ സമ്പത്ത് കോടികൾ കടന്നു കുതിക്കുമ്പോൾ അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഇക്കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ചത് ബി.ജെ.പിയാണ്. മൂന്നാം വട്ടവും അവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും രാജ്യത്ത് താഴ്ച വളരുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് ബി.ജെ.പിയോട് ഒരു ചായ്വുണ്ട്. അത് ഫണ്ടിങ്ങിന്റെ രൂപത്തിൽ ബി.ജെ.പിയെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹമാണ് കോടിക്കണക്കിന് രൂപയായി അവരുടെ അക്കൗണ്ടിൽ എത്തി നിൽക്കുന്നതും. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിംഗ് പട്ടികയിൽ രസകരമായൊരു വസ്തുതയുണ്ട്. പ്രതിപക്ഷ നേതൃത്വ പദവി അലങ്കരിക്കുന്ന കോൺഗ്രസിനാണ് 2ാം സ്ഥാനം അവകാശപ്പെടാനാകുന്നത്. എന്നാൽ ഒരു സ്ഥാനത്ത് പോലും ഭരണത്തിലില്ലാത്ത MLA-മാരുടെയും MP-മാരുടെയും എണ്ണത്തിലേറെ പിന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ഭാരതീയ രാഷ്ട്രീയ സമിതി എന്ന BRS ആണ് രാജ്യത്ത് ബി.ജെ.പി കഴിഞ്ഞാൽ ഏറ്റവും അധികം പണം സംഭാവനയായി ലഭിക്കുന്ന പാർട്ടി. 2604.74 കോടി രൂപയാണ് സംഭാവനയായി ബി.ജെ.പിക്ക് ലഭിച്ചത്. 2023 കണക്ക് പ്രകാരം ബി.ജെ.പി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച പാർട്ടി BRS ആണ്. കോൺഗ്രസിനെ മറികടന്ന കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതി നേടിയത് 580 കോടി രൂപയാണ്. തെലങ്കാനയിൽ ഭരണം നഷ്ടമായ പാർട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത സമയമാണിത്. കോൺഗ്രസിന് ലഭിച്ചത് 281.38 കോടി രൂപയാണ്. കോൺഗ്രസിന് ലഭിച്ച സംഭാവനയേക്കാൾ 9 മടങ്ങ് അധികമാണ് ബി.ജെ.പിയുടെ സംഭാവനയുള്ളത്. ബി.ജെ.പിക്കും കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് പ്രൂഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് ആണ്. ബി.ജെ.പിക്ക് 723 കോടിയും കോൺഗ്രസിന് 156 കോടിയും പ്രൂഡന്റ് ഇലക്ടറൽ ട്രസ്റ്റിൽ നിന്നും ലഭിച്ചു. കോൺഗ്രസിന് സംഭാവന നൽകിയ ഏക ട്രസ്റ്റും ഇത് തന്നെ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ദിഗ്വിജയ് സിംഗ് എന്നിവരുൾപ്പെടെ മുതിർന്ന നേതാക്കളിൽ നിന്നും 1.38 ലക്ഷം രൂപയുടെ ഒന്നിലധികം സംഭാവനകളും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൂഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് 85 കോടി രൂപ BRSനും 62.50 കോടി രൂപ ആന്ധ്രയിലെ YSR കോൺഗ്രസിനും സംഭാവനയായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇരു പാർട്ടികൾക്കും തെലുങ്ക് നാട്ടിൽ ഭരണം നിലനിർത്താനായിട്ടില്ല. മറ്റ് പാർട്ടികളിൽ AAPക്ക് 11.1 കോടി രൂപ സംഭാവനയായി ലഭിച്ചു. മുൻവർഷം AAPക്ക് 37.1 കോടി രൂപയാണ് ലഭിച്ചത്. CPM-ന് ലഭിച്ചത് 7.64 കോടി രൂപയാണ്. മുൻവർഷം 1.1 കോടി രൂപയായിരുന്നു CPM-ന് കിട്ടിയത്. തൃണമൂൽ കോൺഗ്രസിനാവട്ടെ 6.42 കോടി രൂപയും ലഭിച്ചിരുന്നു. BRS-ന് ഇത്രയും മികച്ച രീതിയിൽ സംഭാവന ലഭിച്ചതിന്റെ കാരണം വ്യക്തമല്ല. കോൺഗ്രസിന് മുന്നിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRS-ന് അടിതെറ്റിയിരുന്നു. ഭരണം നഷ്ടമായ BRS-ന്റെ ശക്തി തെലങ്കാനയിൽ പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ പറയാം. തൊട്ടു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു MP-യെ പോലും വിജയിപ്പിക്കാൻ BRS-നെ കൊണ്ട് സാധിക്കാതെ പോവുകയും ചെയ്തതോടെ പാർട്ടി പൂർണ്ണമായും തകർന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്നും കൊണ്ടാണ് BRS-ന് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചത്.